മൈനാഗപ്പള്ളിയിൽ 35-കാരനെ അടിച്ചുകൊന്ന കേസ് അച്ഛനും സഹോദരനും അറസ്റ്റിൽ. കൊല്ലം ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഇന്ന് ഒരു കൊലപാതക വാർത്ത അറിഞ്ഞാണ് നേരം പുലർന്നത്. മൈനാഗപ്പള്ളി സൊസൈറ്റി മുക്ക് മാലിത്തറ ഉന്നതിയിൽ രാമകൃഷ്ണൻ 70 വയസ്സാണ്, മകൻ സനൽ 30 വയസ്സ്. ഈ രണ്ടുപേരാണ് അച്ഛനും മകനും അറസ്റ്റിലാവുന്നത്. ഈ രാമകൃഷ്ണന്റെ മകൻ 35 വയസ്സുള്ള സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സന്തോഷ് കുറച്ചു നാളിലേറെയായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇയാൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടുകാരെ നിരന്തരം ഉപദ്രവിക്കുന്ന സ്വഭാവം ഈ മരിച്ച സന്തോഷുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് പറയുന്നത്. ഇന്ന് പുലർച്ചയോടെ വീട്ടിൽ വഴക്കുണ്ടാവുകയും സന്തോഷും സനലും തമ്മിൽ ഏറ്റുമുട്ടുകയും സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഈ സന്തോഷിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ആക്രമണം തുടർന്നു. അങ്ങനെ പിതാവും സഹോദരനും ചേർന്ന് ഇയാളെ കട്ടിലിൽ കെട്ടിയിട്ടു. ബഹളം വയ്ക്കുന്നത് തടയാനായി കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം അച്ഛൻ രാമകൃഷ്ണനെ ഇരുമ്പ് വടിയെടുത്ത് സന്തോഷിന്റെ തലക്കടിച്ചു. 3 തവണ തലയ്ക്ക് മാരകമായ അടിയേറ്റു സന്തോഷിന്. സംഭവ സ്ഥലത്ത് തന്നെ സന്തോഷിന് മരണം സംഭവിച്ചു. ആ 3ാമത്തെ അടിയിൽ തല പൊട്ടി രക്തം വാർന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടന്ന വിവരം അച്ഛനും മകനും എന്താണെങ്കിലും രഹസ്യമാക്കി വെച്ചു. പിന്നീട് നേരം പുലർന്ന ശേഷം വാർഡ് മെമ്പർ വേണുവിനോടാണ് അച്ഛനും മകനും ഈ കൊലപാതകത്തിന്റെ വിവരം പങ്കുവയ്ക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ വാർഡ് മെമ്പർ പറയുന്നത് കേൾക്കാം. വാർഡ് മെമ്പർ പറയുന്നുണ്ട്, അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം കേട്ട് ആദ്യം ഞെട്ടി. കാരണം ഒരു സംഭവവും നാട്ടുകാരും അറിഞ്ഞിരുന്നില്ല. രാവിലെ ഈ മരിച്ച സന്തോഷ് കുമാറിൻ്റെ അച്ഛൻ രാവിലെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ വരികയും ഒരു 5:30 ആയി കാണും. 5:30 എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് മകൻ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് വിഷയം എന്ന് ചോദിച്ചവൻ പറഞ്ഞ് അത് പിന്നെ അവൻ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ 10-12 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അവനെ ഭിത്തിയെ പിടിച്ച് തള്ളി തലയെന്ന് അടിച്ച് മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര സമയമായി കാണും? അത് ഇന്നലെ രാത്രി 8:30 പറഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയാൽ എന്താ? അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ജയിലിൽ പോകാന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. തൊട്ട് പുറകെ തന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കട്ടിലെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. അടുത്ത് രക്തക്കറയൊക്കെ പറ്റിയിട്ടുണ്ട് ഭിത്തിയിലൊക്കെ. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ അങ്ങനെ വിവരമറിയുന്നത്. ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്തായാലും സ്വന്തം അച്ഛൻ കമ്പി വടികൊണ്ട് തലക്കടിച്ച മകനെ കൊന്നു. അയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായിരുന്നു. കൂട്ടുനിന്നത് സഹോദരൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.